ഹലോ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് വന്നിരിക്കുകയാണ്. അതും തായ്ലൻഡിൽ ഫുക്കറ്റിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെ 7 മണി ആ സമയമാകുമ്പോൾ ഫുക്കറ്റിലെത്തി നേരെ വന്ന് റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത്. അപ്പോൾ സഫർ വിത്ത് എൻബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഫുക്കറ്റിൽ നിന്ന് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നുള്ളത് ഫുക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്തായിട്ടുള്ള സ്പ്ലാഷ് ബീച്ച് റിസോർട്ടിലാണ്. അപ്പോൾ 12 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ ഉണ്ടായിരുന്നത്. നമ്മൾ എത്തുമ്പോൾ 9 മണിയായിരുന്നു. 9 മണിക്ക് എത്തി ഒരു 3 hours വെയിറ്റ് ചെയ്ത് 12 മണിയാകുമ്പോഴേക്കും നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് നേരെ വന്ന് കുളിച്ച് നല്ല ഫ്രഷായി കിടന്നുറങ്ങി. ഇപ്പോൾ വൈകിട്ട് 5 മണിയാണ്. അപ്പോൾ സൺസെറ്റിങ്ങിനും സണ്ണില്ല ഇന്ന്. നല്ല മഴയുണ്ട്. നല്ല മഴയല്ല, ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ഈ റിസോർട്ട് എന്ന് പറയുന്നുള്ളത് നമുക്ക് ഇത് വാട്ടർ പാർക്കും കൂടി വരുന്നുള്ളതാണ്. അപ്പോൾ ഈ റിസോർട്ട് കുറേ ഉണ്ട്. നമുക്ക് പ്രൈവറ്റ് ബീച്ച് വരുന്നുണ്ട്, കുറേ ആക്ടിവിറ്റീസ് എന്തൊക്കെയോ വരുന്നുണ്ട്. നമ്മൾ ഒരു ദിവസമേ ഉള്ളൂ ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളത്. നാളെ നമ്മൾ പത്തോങ്ങ ആ ഒരു ഏരിയയിലേക്ക് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിസോർട്ട് കാണാം, നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് ബാക്ക് സൈഡാണ് വരുന്നുള്ളത്. ഇവിടെ നല്ലൊരു ഗാർഡൻ കൂടി വരുന്നുണ്ട്. നമുക്ക് അകത്ത് കയറാം. പകലുകളായി അപ്പോൾ അതിൽ കൂടി കയറി വന്നാൽ ഇവിടെ വലിയ ഹാളുണ്ട്. TV, സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിളുണ്ട്. ഇവിടെ നല്ലൊരു മിററുണ്ട്. ഇവിടെ നബിൽ ബായ് ഉണ്ട്. ലൈറ്റ് ഓഫ് ആക്കി എന്തിന്. ഇവിടെ വന്നാൽ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നുള്ളത്. ഇവിടെ ഞാൻ നല്ലപോലെ കിടന്നുറങ്ങിയതാണ്. ലൈറ്റ് ഇട്. ഓക്കെ. ഇവിടെ സോഫയും കാര്യങ്ങളുണ്ട്. ഇവിടെയും TV ഉണ്ട്. നേരെ വാഷ്റൂമാണ്. ഇവിടെ റിമോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ചെരുപ്പുണ്ട്. ഇതാണ് വാഷ്റൂം വരുന്നുള്ളത്. വലിയ വാഷ്റൂമാണ്. ഇങ്ങോട്ട് വന്നാൽ നല്ല മിററുണ്ട്. പിന്നെ ഇവിടെ അമിനിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 2 നല്ല ബേസനുണ്ട്. ഇവിടെ താഴെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, ടവൽസും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇതും വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയൊരു ബാത്ത് ടബുണ്ട്. നബിൽ വായക്കയിൽ നിന്നാണ് കുളിച്ചത്. എങ്ങനെയുണ്ട് നബിൽ എക്സ്പീരിയൻസ്? ലോക്കലാ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഷവർ ഏരിയ ഉണ്ട്. ഇവിടെ ഇതിന് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വാഷ്റൂം അത്യാവശ്യം നല്ല വലുതാണ്. ഈ ഒരു മിററിന് നോക്കിയൊക്കെ അത്രയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ. പിന്നെ അടുത്ത റൂം പോയാൽ അടുത്ത റൂമിൽ ട്വിൻ ബെഡാണ് വരുന്നുള്ളത്. സിംഗിളായിട്ട്. അപ്പോൾ ഒരാൾ ഉറങ്ങുന്നുണ്ട്. നല്ല ഉറക്കമാണ്. നല്ല ഉറക്കമാണ്. പിന്നെ ഈ ഇവിടുന്ന് നമുക്ക് പുറത്തേക്കുള്ള എക്സിറ്റ് ഉണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ തുറന്ന് പുറത്ത് പോവാം. അതുപോലെ തന്നെ ഇവിടെയും TV ഉണ്ട്. ദെൻ 2 ബെഡ്. അവിടെ സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലതാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നേരെ വാഷ്റൂം പോയാൽ ഇവിടുന്ന് പൂട്ടിയിട്ടുണ്ട്. വാഷ്റൂം നമുക്ക് ഇവിടുന്ന് പോവാം. 2 ഡോറുണ്ട് വാഷ്റൂമിലേക്ക്. ഇവിടെ വന്നാൽ ടവലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഷ്റൂം മറ്റേതിനേക്കാളും ചെറുതാണ്. നല്ല മിററുണ്ട്. ഇവിടെ ചെറിയൊരു മിററുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഷവർ ഏരിയ, ക്ലോസറ്റ് അത്യാവശ്യം വലുതാണ്. മറ്റേതിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ചെറിയ കിച്ചണുണ്ട്. ഇവിടെ കെറ്റിലും പിന്നെ ടീ, കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അവനുണ്ട്. പിന്നെ ഇവിടെ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയൺ ബോക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ടേബിളുണ്ട്. ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൽ 2 വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ കുറേ ഉണ്ട്. ഇവർക്ക് കുറേ റൂംസ് ഉണ്ട്. ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ 800 സംതിങ് എന്തോ റൂംസ് ഇവർക്കുണ്ട്. കറക്റ്റ് അറിയില്ല. അത്യാവശ്യം നല്ല റിസോർട്ടാണ്. നമുക്കിപ്പോൾ ബുക്കിങ്ങിന് വന്നിട്ടുള്ളത് അഗോഡയിൽ 12,000 സംതിങ് ആണ് ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത്. 6 പേർക്ക്, 5 പേർക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് അത്യാവശ്യത്തിന് പോകാനും വരാനൊക്കെ ഗോൾഫ് കാർട്ടുണ്ട്.
ഇവർക്ക് കുറേ എന്തുണ്ട് പ്രോപ്പർട്ടീസ് ഇതിൻ്റെ അകത്തുണ്ട്. മീൻസ് വില്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട് വാട്ടർ പാർക്ക്. പിന്നെ എയർപോർട്ട് അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പോകുന്നുള്ളത് ബീച്ചിലേക്കാണ്. ഇപ്പോൾ ഇവർക്ക് തന്നെ പ്രൈവറ്റ് ആയിട്ടുണ്ട്, ബീച്ചുണ്ട്, പൂൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോയാൽ നമുക്ക് എന്താക്കും ഫ്ലൈറ്റ് ഇവിടെ മേലെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ മെയിൻ ഈ റിസോർട്ട് ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലൈറ്റ് സ്പോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് എന്താവുന്നുള്ളത് അറിയില്ല, നമുക്ക് പോയി നോക്കാം എന്തായാലും. നമ്മളങ്ങനെ ബീച്ചിൽ പോകാമെന്ന്. അപ്പോൾ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോൾഫ് കാർട്ട് വിളിച്ച് പറഞ്ഞ് ഇപ്പോൾ വരുന്നാന്ന് പറഞ്ഞത്. വാ. അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട് കണ്ടാ, ഫുൾ സെൻസറാണ്. അപ്പോൾ വണ്ടി ഇപ്പോൾ വരും പോകാൻ വേണ്ടിയിട്ട്. നല്ല മഴയല്ല, ചെറിയ മഴ കുറേ സമയമായി പെയ്തുകൊണ്ടുണ്ട്. ബീച്ച് പൂൾ ഏരിയ വരുന്നുള്ളത്. കുറേ പൂളുണ്ട്. ബീച്ച് പൂൾ ഇതാണ്. അപ്പുറത്തെ ബീച്ച് മൈക്കാവോ ബീച്ച്, ഇപ്പുറത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, 2 വലിയ സ്വിമ്മിംഗ് പൂൾ, ഒന്ന് കിഡ്സിന് വേണ്ടിയിട്ട്, ഒന്ന് അഡൽസിന് വേണ്ടിയിട്ട്. ഇവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കഫേ ഉണ്ട്, നല്ല വൈബാണ് ഇവിടെ. ഇനി നേരെ ബീച്ചിൽ പോവാം. എയർ ഏഷ്യ, യെസ്. അപ്പം അങ്ങ് ദൂരെ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, കുറേ ഫ്ലൈറ്റ്സൊക്കെ വെച്ചിട്ട് കാണുന്നത്. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് പോയതേയിലും എയർ ഏഷ്യേൻ്റെ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇതാണ് മൈക്കാവോ ബീച്ച്. ഇത് നമുക്ക് എന്തൊക്കെയാ നേരെ മേലെ ഫ്ലൈറ്റാണ്. അങ്ങനെ നമ്മൾ നടന്ന് എയർപോർട്ടിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ ഫ്ലൈറ്റ് വരും. ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒരു 5-10 മിനിറ്റിൽ വരുമായിരിക്കും. പിന്നെ ഒന്ന് കാണിച്ചു തരാം, ഇങ്ങോട്ട് വാ. നമുക്ക് ഫ്ലൈറ്റ് പോകുന്ന സ്ഥലത്തില്ലേ, നമുക്ക് ഫ്ലൈറ്റിൻ്റെ റൂട്ടിൽ പോയി നമ്മൾ ഈ മണലിൽ ഫുള്ള് പോയിട്ടുണ്ട്. അതുതന്നെ ആയിരിക്കും ഫുള്ള് താഴ്ന്നിട്ട് ഇവിടെ നോക്കുക കാണിക്കില്ല. ഫ്ലൈറ്റ് പോകുന്ന സ്ഥലത്ത് ഫുള്ള് ഇതായിട്ടുണ്ട്. അത്ര വേറെ ഒന്നുണ്ട്. ഈ പോയ ഇങ്ങോട്ട് കണക്റ്റാണ്. ഓ കാറ്റ് പാറിപ്പോയി. Guys, flight. അങ്ങനെ ഫ്ലൈറ്റ് സ്പോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാന്ന്. സമയം ഇട്ടായി. സമയം എത്രയാണ്? സമയം 6 മണി 5:54. നമ്മളെ നാട്ടിലാണെങ്കിൽ 4:30. വീടിന് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഹനുവിനാണ്ട് ചെരുപ്പ് ഇതിൽ ഒഴുകിയിട്ട് കടലിൽ പോയി. അതാ ഇവിടെ നല്ല പച്ചവെള്ളമാണ്. ഇപ്പം അങ്ങനെ പച്ചവെള്ളം ഇത് കാണുന്നില്ല. നമുക്കിവിടെ കാണുന്നുണ്ട്, നമുക്ക് ഇതിലെന്താന്നില്ല, ഫോണിൽ നമുക്ക് കിട്ടുന്നില്ല പച്ചവെള്ളം. അങ്ങനെ വേഗം പോവാം. നമുക്ക് ഒഴിറ്റ് പോയാരുടെ വില ഇല്ല, ഇപ്പൊ പ്രശ്നമില്ല. അതാരായില്ല വന്ന് നല്ല പച്ചവെള്ളമാണ്. ഇപ്പൊ പിന്നെ മഴ ആയതുകൊണ്ട് ഫുള്ള് കുറച്ച് മിക്സ് ആയിട്ടുണ്ട്. അതാണ് ഫുക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഏകദേശം നമ്മള് റിസോർട്ടിൽ തന്നെ ഉണ്ട് ആൾക്കാരാണ്. പ്രൈവറ്റാണ് ബീച്ച്. ഇതാണ് മൈക്കാവോ ബീച്ച്. പബ്ലിക്കിന് എൻട്രി ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. സമയം ഏകദേശം ഒരു ടൈമില്ലേ. നമ്മൾ ഫുഡ് കഴിച്ചില്ല, ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ സാൻഡ്വിച്ച് 7-Eleven പോയിട്ട് സാൻഡ്വിച്ച് കാര്യങ്ങളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്കിലും നല്ലതൊന്ന് ഓർഡർ ചെയ്യണം, എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലത്തെ. 7-Eleven കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ സാൻഡ്വിച്ചും വീഡിയോസിലൊക്കെ കാണുന്നുണ്ടായിരുന്ന സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഇരുട്ടാണ്, മഴ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിൽ പോയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാം, ഗ്രാബിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ ഈ ബീച്ചിൻ്റെ പേരാണ് മൈക്കാവോ ബീച്ച്. സൺലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാട്ടീന്.
ഇപ്പോൾ സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫുൾ ഇതാണല്ലോ, ലൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിന് നേരെ ഇപ്പുറത്ത് തന്നെ നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റും. അതിൽ കൂടി തന്നെ പോവാം, ഇതിൽ കൂടിയും പോവാം. നമ്മൾ ഗ്രാബിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തതാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിക്ക് ഓർഡർ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ അടുത്ത് ഹോട്ടൽസ് കുറവാണ്. ഇത് എയർപോർട്ടിൻ്റെ അടുത്തായിട്ടുള്ളത്. അപ്പം നമുക്ക് നാളെ മുതൽ നമുക്ക് മെയിൻ ഹാപ്പനിങ് പ്ലേസിലാണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫുഡിനൊന്നും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് നോക്കാം, കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. ഇന്നലെ മിനിയാന്ന് രാത്രി അത്ര ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഫ്ലൈറ്റിലായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ നല്ലപോലെ കിടന്നുറങ്ങി. അപ്പോൾ രാത്രി വേഗം ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. ചിക്കൻ ബിരിയാണി അന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ നല്ല ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ. അപ്പോൾ ഇപ്പോൾ രാവിലെ എണീച്ച് സുബിക്ക് നിസ്കരിച്ച് ഇപ്പോൾ 6:45 നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൻ്റെ ആ സൈഡ് വരെ പോയി വരാം. നമ്മൾ ഇതുവരെ ഇവിടെ പൂളിലും പിന്നെ വാട്ടർ പാർക്കിലൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു പൂളുണ്ട്, പിന്നെ കുറേ പൂളുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ റൂം അടിക്ക്. ഇതാണ് നമ്മളെ റൂം വരുന്നുള്ളത്. ഇങ്ങനത്തെ ഒരു 9-10 പ്രോപ്പർട്ടി അവർക്കുണ്ട്. അതല്ലാതെ വേറെ വില്ലയുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂമിൻ്റെ അടുത്ത് തന്നെ എന്ത് വരുന്നുണ്ട്, പൂൾ വരുന്നുണ്ട്. ഇതാണ് റൂമിൻ്റെ അടുത്തുള്ള പൂൾ. വേണമെങ്കിൽ ഇപ്പം തന്നെ ചാടാം. അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. വാ, നമുക്ക് ബീച്ചിൻ്റെ അവിടെയും ബീച്ച് സൈഡ് പൂളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോവാം, ബീച്ച് സൈഡ് പൂളിൻ്റെ അവിടെ പോവാം. പിന്നെ ബീച്ചിൻ്റെ അവിടെ പോവാം. എന്താ വെച്ചാൽ ഇന്നലെ നമുക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ നമുക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. നമുക്ക് നടക്കാം, വൈകിൽ പോവാം. ഇവിടെ ബോർഡുണ്ട്, റെസ്റ്റോറൻറ്റ്, ബീച്ച് പൂള് ഈ സൈഡ് ലെഫ്റ്റിലേക്കാണ്. റൈറ്റിൽ പോയാൽ വാട്ടർ പാർക്ക് ഉണ്ട്, പിന്നെ ലോബിയിലേക്കും റൈറ്റിലാണ്. പിന്നെ ഇങ്ങോട്ട് പോയാൽ നമ്മുടെ റൂം 1 to 2 റൂം ഈ സൈഡാണ് വരുന്നുള്ളത്. വാ, അപ്പോൾ ഇവിടെ ഇന്ത്യൻസിനെ നമുക്ക് നമ്മളല്ലാതെ വേറെ ആരും കണ്ടില്ല. ഇന്നലെ ബീച്ചിൽ പോയിട്ടാകുമ്പോൾ നമ്മൾ കർണാടകയിലത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ ഇന്ത്യൻസിനെ ഈ റിസോർട്ടിൽ ഇന്ത്യൻസിനെ ഇതുവരെ കണ്ടില്ല. ആരും ഉണ്ടെന്ന് അറിയാലോ. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ കുറേ ഉണ്ട് ആൾക്കാർ. അപ്പോൾ ഇവിടെയാണ് വില്ല വരുന്നുള്ളത്, പൂൾ വില്ല വരുന്നുണ്ട്. അത് പ്രൈവറ്റ് ആയിരിക്കും. 41 ഉണ്ട്. ഓ ബാ, ഇതെല്ലാം വില്ലാണ് ഇവിടെ കാണുന്നില്ലല്ലോ. ആൻഡമാൻ ഇത് വേറെ തന്നെയാണോ? ലോബിയെല്ലാം ഉണ്ട്. പിന്നൊരു കാര്യം എന്താ വെച്ചാൽ ഫ്ലൈറ്റ് ഇത് എയർപോർട്ട് ചെറുതാണെങ്കിലും ഫ്ലൈറ്റ് മിനിറ്റിന് ഇത് കാര്യമായ ഫ്ലൈറ്റാണ്. ഈ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഫ്ലൈറ്റിൻ്റെ. എത്ര 5 മിനിറ്റിൽ ഒരു 2-3 ഫ്ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ഫ്ലൈറ്റ് വരുന്ന പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, മാത്രം കാണുന്നില്ല. ഇതുവരെ ഒരു ഫ്ലൈറ്റ് ഇവിടുന്ന് റിസോർട്ട് കണ്ടില്ല. അങ്ങോട്ടുണ്ട്, നമുക്ക് നേരെ പോവാം. ഇപ്പോൾ നടുവിലായിട്ട് ചെറിയൊരു ലേക്ക് ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടി അപ്പുറത്തുണ്ട്, നമ്മുടെ റൂമിൻ്റെ അടുത്തായിട്ടും ലേക്ക് ഉണ്ട്. വാ, ഇത് ഒരു റെസ്റ്റോറൻ്റാണ്. ഇതുപോലത്തെ 5-6 റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. വാ, പറയാനില്ല. ഇവിടെ ഇങ്ങോട്ട് വന്നാൽ മാങ്ങാനെ പോലത്തെ എന്തോ ഉണ്ട്, മാങ്ങന്നെ ആയിരിക്കും. കുറേ ഉണ്ട് പിടിച്ചിട്ട്. വേണമെങ്കിൽ പറിച്ച് തിന്നാവില്ലേ? ഇതാണ് ബീച്ച് പൂൾ. അപ്പോൾ കിഡ്സിന്
ലെഫ്റ്റ് സൈഡ് കിഡ്സിനുണ്ട്, അഡൽസിനാണെങ്കിൽ റൈറ്റ് സൈഡ് ഉണ്ട്. കിഡ്സിന് ചെറുതാണ്, നെവിലിനെ അതിൽ വിളിക്കാം, ഹനുനാക്കിയിൽ വിളിക്കാം. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് അഡൽസിന് വേണ്ടിയിട്ടുണ്ട് 1.30 M. നല്ല അടി ഉണ്ടാവും. നോക്കാം, ഇറങ്ങി നോക്കണം. എനിക്ക് തോന്നുന്നു ഇത് ബാറെന്നാണ്. രാത്രി കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പൂളിൽ വെള്ളം നിറഞ്ഞു മറിയുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വന്നാൽ ഫുട്ബോൾ കളിക്കാനുള്ള പോസ്റ്റ് ഉണ്ട്, പിന്നെ വോളിബോൾ കളിക്കാനുള്ള നെറ്റുണ്ട്. അത്ര ബോളൊന്നും കാണുന്നില്ല. ഇത് രാത്രി കളിക്കുന്ന പിന്നെ ഫ്ലഡ് ലൈറ്റ് എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പോൾ രാത്രി ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ നമ്മളെ പച്ച നിറത്തിലുള്ള ബീച്ച്. അതാടെ ബോള്, കടലിൽ ബോളുണ്ട്. അതാടെ റൈറ്റിൽ. അങ്ങ് ദൂരെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ ഇതാണ് ഫുൾ മിനിറ്റിന് ഫ്ലൈറ്റ് വരുന്നുണ്ടാവും. നമ്മുടെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ബസ്സിനേക്കാളും കൂടുതൽ ഇവിടെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. ഒരു 12 മണിക്കാണ് ചെക്കൗട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നേരെ പത്തോങ് ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നുള്ളത്. അവിടെയാണ് നമുക്ക് ബാക്കി 5 ദിവസം സ്റ്റേ ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഓൾഡ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ കറങ്ങിയിട്ട് നാളെയാണ് നമ്മളെ മെയിൻ ഫിഫി ഐലൻഡിൽ പോകുന്നുള്ളത്. അപ്പോൾ നാളെ ഫിഫിയിൽ പോയാൽ, നാളത്തെ ഫിഫിയാണ്. ഫിഫി ഡേ ടൂറാണ്. രാവിലെ 7 മണിക്ക് പോയാൽ രാത്രി ആകുമ്പോൾ വരുന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ ട്രിപ്പിലെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ അവിടെ ലോക്കൽ 3 days ഉണ്ടല്ലോ, ലോക്കലിൽ കറങ്ങിയിട്ട് ഫ്രൈഡേ രാത്രിയാണ് നമ്മൾ തിരിച്ച് ഫ്ലൈറ്റ് ഉള്ളത്. ഇത് കുറച്ച് വലുതല്ലോ ഫ്ലൈറ്റ്. എമിറേറ്റ്സ് അല്ലേ സീന് അല്ല, ഖത്തർ. അങ്ങനെ രാവിലെ തന്നെ ഖത്തർ എയർവേസ് പോകുന്നതാണ് നിങ്ങൾ കാണുന്നുള്ളത്. അങ്ങനെ ഖത്തർ എയർവേസ് ലാൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇന്നലെ ഇതുപോലെ തന്നെയാണ് വന്നത്, ഇതേ സമയത്താണ് 7 മണി. കറക്റ്റ് ഇന്നലെ 7 മണിക്കാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, കയാക്കിങ് ചെയ്യാം. കയാക്കിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്കിവിടെ ഇത് വേറെയാണ്, റിസോർട്ടിൻ്റെ അല്ല. നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്തിട്ട് കയാക്കിങ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പോൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത്ര നമുക്ക് ക്യാമറക്ക് മെയിൻ വേണ്ട ലൈറ്റ് അല്ലേ. അപ്പോൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളമെല്ലാം നല്ല പച്ച കളർ വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഫോണിൽ കാണാൻ സാധിക്കുന്നില്ല, കണ്ണിൽ നല്ലപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലത്തെ വെള്ളം പോലെ അല്ല, ഗ്രീൻ. എന്നാൽ കുറച്ച് സ്ട്രീറ്റ് ഷോപ്സ് എല്ലാം ഉണ്ട്. നമ്മൾ തട്ടുകട പോലത്തെ മാത്രം ഇപ്പോൾ ഓപ്പൺ ചെയ്തില്ല. രാത്രി ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നു. കുറേ ഡിസേർട്ട്സും പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നതാ ലാൻഡ് ചെയ്തതേ ഉള്ളൂ, 1 മിനിറ്റ് കഴിഞ്ഞില്ല. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് അവിടെ ദൂരം അങ്ങ് ലൈറ്റ് കാണുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. നമുക്കിവിടെ ഇരിക്കാം, മനമില്ലേ ഊഞ്ഞാലിരിക്കാമല്ലോ. വെൽക്കം ടു മൈക്കാവോ എന്നുള്ളതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ലോഗോ ഉണ്ട്. പിന്നെ വെൽക്കം ടു മൈക്കാവോൻ്റെ ബോർഡും ഉണ്ട്. ഇവിടെ കുറച്ച് ഊഞ്ഞാൽ നല്ല വൈബാണ് ഈ ഒരു ഏരിയ. ഈവനിങ് ഒക്കെ നല്ല രസമായിരിക്കും. വെൽക്കം ടു മൈക്കാവോ. വാമണ്ടിക്കോ. ഇന്നത്തെ 2ാമത്തെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം വലുത് തന്നെയെന്ന് തോന്നുന്നു കാണുമ്പോൾ. നല്ല ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്നാൽ വെറുതെ ഫ്ലൈറ്റ് നോക്കിയിരിക്കാം. അങ്ങനെ ഇന്നത്തെ 3ാമത്തെ ഫ്ലൈറ്റ് വരുവാണ്. ഇത് കുറച്ചും കൂടി വലുതാണ്, എമിറേറ്റ്സിൻ്റെ ആയിട്ടായിരിക്കും. എയർ ഏഷ്യ.
അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ പോവാന്ന്. അപ്പോൾ ഇവിടുത്തെ ടാക്സീസാണ്. ടാക്സി തന്നെ ആയിരിക്കല്ലേ. ചെറിയ ഹോണ്ടൻ്റെ 125cc സ്കൂട്ടിയും അതിനൊന്നിച്ച് ഓക്കെ അല്ലേ. അതിനൊന്നിച്ച് എത്ര ആൾക്ക് ഇരിക്കാം? ഒരു 3-4 ആൾക്ക് കൂളായിട്ട് ഇരിക്കാം. ഒരു കുറേ ഉണ്ട് വെച്ചിട്ട്. ഇവിടെ റേറ്റും ഉണ്ട്. ഇവിടെ ഇതിൻ്റെ പേര് ട്രൈസൈക്കിൾ. ഇതിൻ്റെ പേര് ട്രൈസൈക്കിളാണ്. എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട്. 400 രൂപയാണ്. 400 ബാത്ത്. പാർക്കിങ്ങിലേക്ക് 20 ബാത്ത്. മൈക്കാവോ ഹോട്ടൽ, മൈക്കാവോ ഡ്രീം, കുറേ സ്ഥലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതാ ഇത് കാണിക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ 4 ആൾ കൂളായിട്ട് പോകും. 5 ആൾ ഒരു ഡ്രൈവറും കൂട്ടിയിട്ട്. നല്ല രസമാണ് ഇത് കാണാൻ. ഒരാൾ ബാക്കിലുണ്ട് കണ്ടാ. അങ്ങനെ ഇതാണ് നമ്മുടെ കഫേൻ്റെ ബാറെന്ന് തോന്നുന്നു. ബാറിൻ്റെ ബാക്ക് സൈഡ് നേരത്തെ കണ്ടില്ലേ, പൂളിൻ്റെ അടുത്തുള്ള അതിൻ്റെ ബാക്ക് സൈഡാണ്. നമുക്കിനി നേരെ പൂളിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസ് കിട്ടുന്ന നോക്കാം. അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഇത് വലുതുമില്ല കാണാമല്ലോ എങ്ങനെ. അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഫുള്ള് മിനിറ്റ് ഫ്ലൈറ്റാണ്. മിനിറ്റ് മീൻസ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. അങ്ങനെയാണ്. സാധാ നോർമൽ സൗണ്ട് ഉണ്ട് നല്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ റിസോർട്ടിൻ്റെ തന്നെ ഏരിയ ആണ്. ബീച്ചും കാര്യങ്ങളെല്ലാം. നമുക്ക് നേരെ പൂളിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കോംപ്ലിമെൻ്ററി ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ പൂളിലിറങ്ങണം. റൂമിൻ്റെ അടുത്തുണ്ട് തന്നെ പൂൾ. ഇതുവരെ പൂളിലിറങ്ങിയില്ല. എന്ത് വേണം. പിന്നെ നമ്മൾ ഇവിടെ പോകണം. ഇവിടെ പാർക്കിൽ പോകണം. പാർക്കിൽ പോയില്ല. വാട്ടർ പാർക്കിൽ നമ്മൾ ഇതുവരെ പോയില്ല. വാട്ടർ പാർക്കിലും ഹനുവിനൊക്കെ വേണ്ടിയിട്ട് പോവാം. നമുക്ക് പിന്നെ അത്ര ആവശ്യമില്ല. എന്തില്ല സാധാ പാർക്ക്. അപ്പോൾ റിസോർട്ടിലുണ്ടല്ലേ, അങ്ങനെ പോവാം. അത്രയേ ഉള്ളൂ. പിന്നെ ചെക്കൗട്ട് അടിച്ച് പോകണം. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്നുള്ളതെല്ലാം സെയിം 5 നൈറ്റും സ്റ്റേ ചെയ്യുന്നുള്ളത് സെയിം റിസോർട്ടിൽ തന്നെയാണ്. റിസോർട്ടല്ല, സ്റ്റേ ആണ്, ഹോട്ടലാണ്. അങ്ങനെ നമ്മുടെ തായ്ലൻഡിലത്തെ സൂര്യനെ ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ സൂര്യൻ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നല്ലപോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അറിയില്ല, നോക്കാം നമുക്ക്. പക്ഷേ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാന്ന്. റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ നോക്കി പോകുന്നുണ്ട്. എവിടെയെന്നുള്ളത് അറിയില്ല. നമ്മളെ ഹനു കുട്ടി അണിച്ചിട്ട് വർക്കിൽ നടക്കുന്നുണ്ട്. വർക്കിൽ നടക്കുന്ന ഹനുന നോക്കൂ. Morning. Good morning, room number 3. 3102. 3102. 5 people? Yeah, 5 people. Can you wait please, just a moment? Okay. എടുക്ക് ആയിട്ട് വെയിറ്റ് ആക്കും. പൈസ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാന്ന്. യാ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. യാ, ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഫുൾ സ്വീറ്റ്സ് ആണ്. പിന്നെ നമുക്ക് എടുത്ത് തുടങ്ങണമെന്ന് അറിയുന്നില്ല, എത്രയുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ കുറച്ച് സാലഡും നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് എന്തൊക്കെയോ എടുത്തു. നബീൽ ബായ് ബായ് കഷ്ടപ്പെട്ട് മുറിക്കുന്നുണ്ട്. ജ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഫുഡാണ്, എല്ലാം ഉണ്ട്. നമുക്ക് കഴിച്ചിട്ട് കാണാൻ. ഗൈസ്, അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ്. ആയിക്കൊള്ളില്ലേ, ഒന്നും പറയാനില്ല. ഒരു മണിക്കൂറായി തോന്നുന്നത്. കഴിയില്ല. ബാ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അടുപ്പോ നമ്മൾ കുറച്ച് ഇപ്പോൾ 10 മണിയായി, 12 മണി കഴിയുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇനി കുറച്ച് പൂളിൽ ഇറങ്ങണം, ഫോട്ടോസ് എടുക്കണം.
വാ ഫോട്ടോ എടുക്കാമല്ലോ. ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നേരെ 10:36 നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്യാൻ പോവാന്ന്. സമയം 11:30 12 മണിക്കാണ് ചെക്കൗട്ട്. മകമോളെല്ലാം ഫുൾ റെഡിയായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പ്രൈം ടൗൺ എന്ന് പറയുന്ന ഹോട്ടലിലേക്കാണ് പോകുന്നുള്ളത്. അത് സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ എല്ലാം കാര്യങ്ങളൊക്കെ ഫുള്ള് നോക്കി എന്തെങ്കിലും ബാക്കി ഉണ്ടാകുന്നുള്ളത്. നബിൽ ബൈൻ്റെ ഒരു ഷോർട്സ് മാത്രമാണ് ഇപ്പോൾ കാണാത്തായിട്ടുള്ളത്. നീ അതിൻ്റെ ഒരു ടീഷർട്ടോ എൻ്റെ വാച്ച് കിട്ടി. അപ്പോൾ ഫുള്ളെല്ലാം മുമ്പത്തെ പോലെ ഉണ്ടായ പോലെ തന്നെ വെച്ച് എല്ലാ കാര്യങ്ങളും ബെഡ്ഷീറ്റൊക്കെ പറ്റുന്ന പോലെ നമ്മളൊന്ന് റെഡിയാക്കി വെച്ച്. അപ്പോൾ എല്ലാം നോക്കി നേരെ ചെക്കൗട്ട് ചെയ്ത് പോവാന്ന്. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാന്ന്. ഗോൾഫ് കാട്ടിൽ കയറി നേരെ പോകണം. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കിയാൽ? പ്രൈം ടൗൺ പോസ്റ്റ് ആൻഡ് പോർട്ട്. പ്രൈം ടൗൺ ആൻഡ്. അപ്പോൾ ഇതാണ് വാട്ടർ പാർക്ക് വരുന്നുള്ളത്. നല്ല നൈസാണ്. ഇതിലും കൂടി എൻട്രി വരുന്നുണ്ട്. നമുക്ക് ടൈം കിട്ടിയില്ല പോകാൻ വേണ്ടിയിട്ട്. ഇന്നലെ നല്ല ടയർഡ് ആയതുകൊണ്ട് നമുക്ക് ടൈം കിട്ടിയില്ല. എന്തായാലും കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ എന്ത് പറയുന്ന സ്റ്റാഫ്സ് ആയാലും എല്ലാം വെൽ ബിഹേവ്ഡ്. പിന്നെ എടുത്ത് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. ഒട്ടും എന്ത് പറയുന്നത് അത്രയ്ക്കും ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിസോർട്ട് ഞാൻ എത്ര വൺ ടൈം എക്സ്പീരിയൻസ് ഒരിക്കൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, വാട്ടർ പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള്, ബീച്ച്, പ്രൈവറ്റ് ബീച്ച് ഉണ്ട്. പിന്നെ ഇന്നലെ കണ്ട എന്താ പറയുക ഫ്ലൈറ്റിന് നമുക്ക് സൈറ്റ് ചെയ്യാം. അതുപോലെ നല്ല എക്സ്പീരിയൻസ് ആണ്. മെയിൻ സ്റ്റാഫ്സ് നമ്മളിങ്ങനെ സ്നേഹിച്ച് കൊല്ലും അതുപോലത്തെയാണ്. അപ്പോൾ നമുക്കിവിടെ കോംപ്ലിമെൻ്ററി ഇതുണ്ടായിരുന്നു, എന്തുണ്ടായിരുന്നു, വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കുടിച്ച് നോക്കാം. നമ്മളെ വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട്. നമ്മളെ പണ്ടത്തെ 2 രൂപ പെപ്സി ഉണ്ടാകുന്നില്ല, ആ ഒരു വൈബാണ്. അത്രയാകുമ്പോൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്നുള്ളത് പോകുമ്പോൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ. ഇന്നലെ കുടിക്കാൻ എല്ലാവരും ഉറക്കിലുണ്ടായത്, അങ്ങനെ കുടിക്കാനൊന്നും പറ്റിയില്ല. കുടിക്കാൻ നല്ലുണ്ട് ഗൈസ്. അങ്ങനെ ചെക്കൗട്ട് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകാമെന്ന്. അപ്പോൾ ഗ്രാബ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാബ് വരുന്നുണ്ട്. ഒരു 6 മിനിറ്റിൽ ഗ്രാബ് എത്തും. ഗ്രാബിൽ നമ്മൾ പോകാമെന്ന്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാ അപ്പോൾ ഗ്രാബ് ഇപ്പോൾ വരും. ഹോണ്ട സിവിക്കാണ്. കം ഓൺ. ഓക്കെ ഗൈസ്, അങ്ങനെ അടുത്ത ഗ്രാബ് വന്നിട്ടുണ്ട്. നമ്മൾ പോകുന്നുള്ളത് മിസ്തുബ്ഷി പജേറോലാണ്. സീൻ വണ്ടി ഇതല്ല ഇല്ല ആയിട്ടായില്ല പജേറോ. കെടുന്നിട്ട് പോവാം നമുക്ക്. പജേറോ എത്ര പൈസ നേരെ ഡബിൾ അതിന്, അതെങ്കിലും പജേറോ ആണ് വണ്ടി. നബിൽ ബാക്കി പൈസ വിഷയമല്ലല്ലോ. വടക്കപ്പലാണോടാ. അങ്ങനെ പജേറോൻ്റെ ബാക്കിൽ വെക്കുന്നുണ്ട്. കുടിക്കാമല്ലോ ഹനുവിനെ കുടിക്കാമല്ലോ. പേടിക്കുന്നതിന് ഞാൻ ഇരിക്കാം. ഞാൻ ബാക്കിൽ പിടിക്കാമല്ലോ. അങ്ങനെ ഉണ്ട്. എടുത്തേച്ചോ? ഇല്ല വേണ്ട, ഇച്ചെടുത്ത്. അങ്ങനെ നമ്മൾ സ്പ്ലാഷ് ബീച്ച് റിസോർട്ടിൽ നിന്ന് പോവുകയാണ്. അതിനടുത്തതായിട്ട് പ്രൈം ടൗൺ പോസ്റ്റ് ആൻഡ് പോർട്ട്. പ്രൈം ടൗൺ പോസ്റ്റ് ആൻഡ് പോർട്ട്. അങ്ങനെ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നുള്ളത്. പ്രൈം ടൗൺ പോസ്റ്റ് ആൻഡ് പോർട്ട്. ഓക്കെ എടുത്തോ.
You have 5 person? യാ വൺ നമ്മൾ ചെക്കിന് ചെയ്തില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. 2 മണിക്കാണ് ചെക്കിന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 1:15. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് സെൻട്രൽ ഫുക്കറ്റിൽ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് മാള്. അപ്പോൾ ജസ്റ്റ് അവിടെ പോയി വരാം, ഒന്ന് നടന്ന് വരാം, എന്നിട്ട് നമുക്ക് ചെക്കിൻ ചെയ്യാം. ഈ കാണുന്ന പ്രൈം ടൗൺ പോഷ് ആൻഡ് പോർട്ടിലാണ് ഇനി നമുക്ക് 5 night 6 day ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളത്. ഇവിടുന്നാണ് നമ്മൾ എല്ലായിടത്തും പോകുന്നുള്ളത്. ബാ, നമ്മളെ മിസ്റ്റർ ബീൻ്റെ വണ്ടി പോകുന്നുണ്ട്. ഇത് നമ്മളെ സ്കൂൾ വാൻ. നാട്ടിലത്തെ എല്ലാവർക്കും ആണെങ്കിൽ ഇറക്കാം, സ്കൂളത്തെ പിള്ളേരെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെൻട്രൽ മാളിലേക്ക് എൻട്രി ചെയ്യാൻ പോവാന്ന്. ഇത് ടാക്സി സ്റ്റാൻഡ്. നമ്മൾ എൻട്രി ചെയ്ത് നമുക്ക് തോന്നുന്നുള്ളത് ഇതവരെ സൂപ്പർ മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഡയർ, ബുൾഗറി, ഒമേഗ, അങ്ങനത്തെ കുറേ എന്തുണ്ട്, കുറേ ഓഫ് കെൻസോ പാരീസ്. ഒരു ഡീസലിൻ്റെത് ഓഫറിലുണ്ട്, അപ് ടു 50% ഓഫറുണ്ട്. അർമാനി എക്സ്ചേഞ്ച് ഉണ്ട്. നല്ല എന്താ പറയുക, സാധാരണ കാണുന്നേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാൾ. കുറേ ഫോറിനേഴ്സാണ്. നബിൽ ഭായ് വളരെ ക്ഷീണിതനാണ്. ഇതെല്ലാം സെൻട്രലാണ്. നമ്മൾ ഈ ലുലു ഫാഷൻ പോലത്തെ ഇവർ തന്നെ സെൻട്രലാണ്. സെൻട്രൽ എന്ന് പറയുന്നത് തന്നെ ഒരു ഇത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഫ്ലോറിലും ഒരു വൺ സൈഡ് സെൻട്രൽ മാളിൻ്റെ സെൻട്രൽ എന്ന് പറയും. അതിൽ നമുക്ക് എല്ലാം കിട്ടും, ഉപ്പ് മുതൽ കരപ്പുര വരെ കിട്ടും. പിന്നെ ഈവനിങ് 4 മണി ആ സമയമാകുമ്പോൾ നമ്മൾ ഓൾഡ് ഫുക്കറ്റ് ടൗണിലേക്കാണ് പോകുന്നുള്ളത്. നല്ല വൈബാണ് ആ സ്ഥലം. റീൽസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെടുത്തെത്തി നേരെ പോവാം, ചെക്കിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ റൂം, പ്രൈം ടൗൺ പോഷ് ആൻഡ് പോർട്ട്. ഇവിടെ ഏറ്റവും മേലെ ആയിരിക്കും, പെൻറ്റ് ഹൗസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ റൂം വന്ന് ചെക്കിൻ ചെയ്തു. ഇതാണ് 804 ആണ്. നബിൽ ഭായ് നമുക്ക് ഫ്രീ കിട്ടീന്. അപ്പോൾ ഇവിടെ വരുന്നുള്ള ഇത് പെൻറ്റ് ഹൗസാണ്. ഇവിടെ ചെറിയ വാഷ്റൂം, കുളിക്കാനുള്ള വാഷ്റൂം, ചെറിയൊരു എന്തുണ്ട് മിററുണ്ട്, കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കുളിക്കാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ ഫസ്റ്റ് ബെഡ്റൂമാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കുറച്ച് ചെറുതെന്ന് മാത്രം മറ്റേതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ അവനുണ്ട്, കെറ്റിലുണ്ട്, ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. മിനി ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇവിടെ വന്നാൽ ഇവിടെയും 2 ബെഡുണ്ട്, സിറ്റി വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ചെറിയൊരു സോഫ, ദെൻ TV ഉണ്ട്, AC, ഇവിടെ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, ലാൻഡ് ഫോണുണ്ട്. പിന്നെ നേരെ പുറത്തോട്ടിറങ്ങാം. ഇവിടെയാണ്. ഇവിടെ എന്തുണ്ട്, നല്ല ബാത്ത് ടബ് ഉണ്ട്. നമുക്ക് വ്യൂ ഒക്കെ കണ്ട് കുളിക്കാം. രാത്രി കുളിക്കണം. പിന്നെ നല്ല വ്യൂ ഉണ്ട്. നമ്മൾ ഏറ്റവും മേലത്തെ 8ാമത്തെ നിലയിലാണ് സ്റ്റേ ചെയ്യുന്നുള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ പൂൾ. ഇതാണ് എടുത്ത പൂള്. അവിടെ 2 പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. കുളിക്കാനാടാ വെറുതെ കിടന്നിട്ടുണ്ട്. ഇതാണ് പൂള്. ഈ ഒരു പൂള് നല്ല രസമാണ്. അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ പൂളുണ്ട്, പിന്നെ വലിയ പൂളുണ്ട്. അവിടെ മേലെ നമുക്ക് വേണമെങ്കിൽ കയറിയിരിക്കാം. നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ സെൻട്രൽ മാൾ, നേരത്തെ കണ്ട സെൻട്രൽ മാൾ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നുള്ളത്. ആ ഒരു ഭാഗത്തെ സെൻട്രൽ മാളിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നുള്ളത്. ഇവിടുന്ന് എല്ലായിടത്തേക്കും ബീച്ചിലേക്കുള്ള 3 കിലോമീറ്റർ ഇല്ല, 7-8 കിലോമീറ്റർ ആ ഒരു പത്തോങ് ബീച്ചിലേക്ക് ആ ഒരു ഡിസ്റ്റൻസേ വരുന്നുള്ളൂ.
അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ബാത്ത് ടബ് വേണ്ടിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ചെയ്തിട്ട് ഒരു 4 മണി ആ സമയമാകുമ്പോൾ നേരെ ഓൾഡ് ഫുക്കറ്റ് ടൗണിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഓൾഡ് ടൗണിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.